മുസ്ലിം ലീഗുമായി നമ്മൾ സംസാരിക്കുമ്പോൾ മുസ്ലിം ലീഗിൻ്റെ ചില നേതാക്കൾ പറയുന്നത് ഞങ്ങൾക്കൊരിക്കലും SDPI വോട്ട് കിട്ടില്ല എന്നാണ്. അതായത് നമ്മൾ വിചാരിക്കുന്നത് പൊന്നാനിയിൽ ഏതാണ്ട് 27,000-നും 50,000-നും ഇടയിൽ വോട്ടുണ്ട്, മലപ്പുറത്ത് 50,000-ന് മുകളിൽ വോട്ടുണ്ട്. ഇത് മുഴുവൻ മുസ്ലിം ലീഗിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ മുസ്ലിം ലീഗിൻ്റെ വിജയം അനിവാര്യം. പക്ഷേ മുസ്ലിം ലീഗ് അങ്ങനെ കാണുന്നില്ല എന്നുള്ളതാണ്. സമസ്ത അടക്കമുള്ള സംഘടനകളൊക്കെ തന്നെയും SDPIയെ വർഗീയ പാർട്ടിയായിട്ട് തന്നെയാണ് വിലയിരുത്തുന്നത്. പക്ഷേ ഈ ഒരു 3 ദിവസം, അതായത് അവർ പിന്തുണ പ്രഖ്യാപിക്കുന്നു, പിന്തുണ വേണ്ട എന്ന് കോൺഗ്രസ് പറയുന്ന 3 ദിവസം ഉണ്ടല്ലോ, ആ 3 ദിവസത്തെ ഗ്യാപ്പിൽ മുസ്ലിം സംഘടനകൾക്ക്, മുസ്ലിം ലീഗിന് മാത്രമല്ല മുസ്ലിം സംഘടനകൾക്കാകെ അതിനകത്തൊരു നീരസം ഉണ്ടെന്നാണോ കാണേണ്ടത്? നിശ്ചയമായി നികേഷ് കുമാർ, അത്തരത്തിലുള്ള ഒരു അതൃപ്തി മുസ്ലിം സമുദായ സംഘടനകൾക്കിടയിൽ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് അവരുടെ നേതാക്കളുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാം, നികേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇക്കാര്യത്തിൽ UDF നേതൃത്വം നിലപാട് പറയാൻ വൈകിയതിലുള്ള ഒരു നീരസം തന്നെയാണ് മുസ്ലിം സമുദായ സംഘടനാ നേതാക്കൾ പങ്കുവെക്കുന്നത്. സമസ്ത വിഭാഗമാണെങ്കിലും വിശേഷം AP ആണെങ്കിലും മുജാഹിദ് വിഭാഗങ്ങളാണെങ്കിലും ആ നിലയിൽ SDPI എന്ന് പറയുന്ന സംഘടനയെ അത് ന്യൂനപക്ഷ വർഗീയ സംഘടനയായി തന്നെ മാറ്റി നിർത്തിയിട്ടുള്ളത്. നമുക്കറിയാം, പ്രൊഫസർ ആ ഒരു കൈവെട്ട് കേസിൽ ഉൾപ്പെടെ മഹല്ലുകളിൽ SDPIക്കെതിരെയും പോപ്പുലർ ഫ്രണ്ടിനെയും എതിരെ ഉൾപ്പെടെ ആ നിലയിൽ പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുള്ള, ബോധവൽക്കരണങ്ങൾ നടത്തിയിട്ടുള്ള സമുദായിക സംഘടനകൾ കൂടിയാണ് ഈ ഒരു സംഘടനകളൊക്കെ തന്നെ. ആ നിലയിൽ UDFന് അനുകൂലമായ ഒരു സ്ഥിതിവിശേഷം കേരളത്തിലുണ്ടാകുമ്പോൾ അതിന് പ്രതികൂലമാവുന്ന ഒരു സാഹചര്യമായിരിക്കും SDPIയുടെ പരസ്യ പിന്തുണ എന്നൊരു വിലയിരുത്തലാണ് മുസ്ലിം സമുദായ സംഘടനകൾക്കുള്ളത്. അത്തരമൊരു പരസ്യ പിന്തുണ SDPI പ്രഖ്യാപിച്ച ഘട്ടത്തിൽ തന്നെ അതിനെ തള്ളിക്കളയാൻ UDF നേതൃത്വം, കോൺഗ്രസും മുസ്ലിം ലീഗും രംഗത്ത് വരണമെന്നൊരു അഭിപ്രായമാണ് സമസ്തയിലെ നേതാക്കൾ ഈ ഒരു ഘട്ടത്തിൽ പങ്കുവെക്കുന്നത്. അവരോടൊക്കെ തന്നെ സംസാരിക്കുമ്പോൾ വിശേഷം ദേശീയ തലത്തിൽ ആ നിലയിൽ BJP വിരുദ്ധ മുന്നണിയായി ഇന്ത്യ മുന്നണി നിലനിൽക്കുന്നു. അതിന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് തന്നെ SDPIയുടെ ആ ഒരു പിന്തുണ വേണ്ട എന്ന് പ്രഖ്യാപിക്കാൻ തയ്യാറാകണമെന്നൊരു അഭിപ്രായം സമസ്ത നേതാക്കൾക്കുൾപ്പെടെ ഉണ്ട് എന്നുള്ളതാണ്. മുജാഹിദ് വിഭാഗങ്ങളും ആ നിലയിലുള്ള അഭിപ്രായങ്ങൾ തന്നെയാണ് പങ്കുവെക്കുന്നത്. മുസ്ലിം ലീഗും ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയില്ല. മുസ്ലിം ലീഗും സ്വീകരിച്ചൊരു മൗനവും ഈ ഒരു അതൃപ്തിക്ക് കാരണമായി എന്നുള്ളതാണ്. കാരണം മുസ്ലിം ലീഗ് നേതാക്കളോടൊക്കെ തന്നെ ആ ഒരു സമയത്ത് നമ്മൾ പ്രതികരണം ചോദിക്കുന്നുണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ പ്രതികരണം ഇല്ല എന്നുള്ളതായിരുന്നു PK കുഞ്ഞാലിക്കുട്ടിയാണ് PM ഇസ്ലാം ഉൾപ്പെടെയുള്ള നേതാക്കൾ പറഞ്ഞിരുന്നത്. സ്വാഭാവികമായും അതൊക്കെ തന്നെ അത്തരത്തിലുള്ള ഒരു ആശയ കുഴപ്പത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു എന്നുള്ളതാണ് ഈ ഒരു സംഘടനയുടെയും വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ കരുതലോടെ, സൂക്ഷ്മതയോടെ, വളരെ വേഗത്തിൽ തന്നെ നിലപാട് പറയണം. ഇനി അത് വൈകിപ്പിക്കരുത് എന്നൊരു നിലപാട്, ഒരു അഭിപ്രായം മുസ്ലിം സമുദായ സംഘടനകൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അതേസമയം തന്നെ ജമാഅത്ത് ഇസ്ലാമിയെ പോലെയുള്ള സംഘടനകൾ, SDPI സംഘടനകളായിട്ടുള്ള BJP വിരുദ്ധ ചേരിയിൽ നിൽക്കുന്ന കൂട്ടായ്മകൾ കോൺഗ്രസിനെ പിന്തുണക്കുന്നത് നേട്ടമുണ്ടാക്കുമെന്നൊരു അഭിപ്രായമുണ്ട് എന്നുള്ളതാണ്. കാരണം SDPI ആ നിലയിൽ BJP എതിർക്കുന്ന പാർട്ടിയാണെന്നാണ് ജമാഅത്ത് ഇസ്ലാമി ചൂണ്ടിക്കാണിക്കുന്നത്. അവിടെ വർഗീയ കക്ഷി എന്ന് പറഞ്ഞുകൊണ്ട്, ന്യൂനപക്ഷ വർഗീയ കക്ഷി എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തേണ്ട സംഘടനയല്ല SDPI. ഇന്ത്യ മുന്നണിക്ക് അല്ലെങ്കിൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള UDFന്റെ മുന്നണിക്ക് ആ നിലയിൽ നേട്ടമുണ്ടാക്കും SDPIയുടെ പിന്തുണ എന്നൊരു അഭിപ്രായമാണ് ജമാഅത്ത് ഇസ്ലാമിക്കുള്ളത്. എന്തായാലും ഈ ഒരു വിഷയത്തിലൊന്നും തന്നെ പരസ്യ പ്രതികരണങ്ങൾക്ക് ഈ ഒരു സമുദായ സംഘടനാ നേതാക്കളൊന്നും തന്നെ മുതിർന്നിട്ടില്ല. ഇതിൽ നിലപാട് പറയാൻ വൈകാത്തുള്ള ഒരു അതൃപ്തി സമസ്തയും മുജാഹിദ് വിഭാഗങ്ങളും രേഖപ്പെടുത്തുമ്പോൾ ഇവരുടെ പിന്തുണ നേട്ടമുണ്ടാക്കുമെന്നൊരു വിലയിരുത്തലാണ് ജമാഅത്ത് ഇസ്ലാമിക്കുള്ളത്. എന്തായാലും UDF നേതൃത്വത്തെ സംബന്ധിച്ച് ഇതിൽ നേതൃത്വവുമായി അത്തരത്തിലുള്ള ആശയ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടില്ല എന്നൊരു മറുപടിയാണ് ഇവർ ഈ ഒരു സമുദായ സംഘടനാ നേതാക്കൾക്ക് നൽകിയിട്ടുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നികേഷ് കുമാർ. മുബഷീർ P. അക്ബറാണ് വിശദാംശങ്ങൾ നൽകിയത്. ഏതായാലും SDPIയുടെ പിന്തുണ കെണിയായി മാറി UDFന് എന്ന് തെളിയിക്കുന്ന പ്രതികരണങ്ങളാണ് ഉണ്ടാകുന്നത്. വൈകിയതിൽ മുസ്ലിം സംഘടനകൾക്ക് നീരസമുണ്ട് എന്ന് മുബഷീർ P. അക്ബറും, ഒപ്പം തന്നെ SDPI ഇക്കാര്യത്തിൽ UDFന് മറുപടി നൽകാൻ സാധ്യതയുണ്ട് എന്ന് അല്ലമീനും തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു.